നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കർമ്മയോഗത്തിലെ 15 ശ്ലോകങ്ങളാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ 3 ശ്ലോകങ്ങൾ പഠിക്കുന്നു. അത് 16, 17, 18 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. കർമ്മയോഗം മനുഷ്യ ജീവിതത്തെ കേവലം വ്യക്തിപരമായ ഒരു അസ്തിത്വമായല്ല, മറിച്ച് ബൃഹത്തായ ഒരു പ്രപഞ്ച വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായാണ് വിഭാവനം ചെയ്യുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് വിഷാദരോഗത്തിന് അടിമപ്പെട്ട അർജുനൻ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പരസ്പരാശ്രയത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് സമർത്ഥിക്കുന്നു. ഈ അധ്യായത്തിലെ 16, 17, 18 ശ്ലോകങ്ങൾ മനുഷ്യൻ്റെ കർത്തവ്യങ്ങളെയും ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനിയുടെ മാനസികാവസ്ഥയെയും പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ബാധ്യതയെയും തമ്മിൽ ആഴത്തിൽ പറയുകയാണ്. ഈ വീഡിയോ മേൽപ്പറഞ്ഞ 3 ശ്ലോകങ്ങളെ അടിസ്ഥാനമാക്കി അവയുടെ പ്രധാനപ്പെട്ട അർത്ഥം, അന്വയ അർത്ഥം, അതേപോലെ തന്നെ ശങ്കര, രാമാനുജ, മധ്വ ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങൾ എന്നിവ ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇക്കോളജി, തെർമോഡൈനാമിക്സ്, മനഃശാസ്ത്രം എന്നിവയുമായുള്ള ബന്ധം വിശദീകരിക്കാൻ ശ്രമിക്കാം. ഭാരതീയ ദർശനം മുന്നോട്ട് വയ്ക്കുന്ന യജ്ഞം എന്ന സങ്കല്പം ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിലെ ജിയോ കെമിക്കൽ സൈക്കിളുകൾ എന്ന ആശയവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവെന്നും ആത്മസാക്ഷാത്കാരം എന്നത് ആധുനിക മനഃശാസ്ത്രത്തിലെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ആശയവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറയുകയാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകം മനുഷ്യൻ്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ഏറ്റവും ശക്തമായ താക്കീതാണ് നൽകുന്നത്. പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നവർ പാപിയാണെന്നും അവൻ്റെ ജീവിതം വ്യർത്ഥമാണെന്നും ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം 16. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ ഇന്ദ്രിയാരാമോ മോഘം പാർത്ഥ സ ജീവതി. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഘായൂരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സ ജീവതി. ഈ ശ്ലോകത്തിലെ ഓരോ പദവും ഗഹനമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥം ഇപ്രകാരമാണ്. ഏവം, ഏവം എന്നാൽ ഇപ്രകാരം, ഈ വിധത്തിൽ. അതായത് മുൻ ശ്ലോകത്തിൽ 14-15 ശ്ലോകത്തിൽ വിവരിച്ച അന്നം, മഴ, യജ്ഞം, കർമ്മം, ബ്രഹ്മം എന്നിവയുടെ പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഏവം എന്ന പദം പ്രയോഗിച്ചത്. ഏവം പ്രവർത്തിതം, പ്രവർത്തിതം എന്നാൽ പ്രവർത്തിക്കപ്പെട്ട, കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഈശ്വരനാൽ അല്ലെങ്കിൽ പ്രകൃതി നിയമത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ചലനാത്മകവുമായ വ്യവസ്ഥയാണത്. ചക്രം, പ്രവർത്തിതം ചക്രം, ചക്രത്തെ, പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്ന യജ്ഞചക്രത്തെ, നവിവർത്തയതി, നവിവർത്തയതി അനുവർത്തിക്കുന്നില്ലയോ അല്ലെങ്കിൽ പിന്തുടരുന്നില്ലയോ, സ്വന്തം കടമകൾ ചെയ്യാതെ പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്ന അവസ്ഥയാണ് ഇവിടെ നവിവർത്തയതി കൊണ്ട് അർത്ഥമാക്കുന്നത്. യഹ, ഇഹ, ഈ ലോകത്തിൽ, മനുഷ്യജന്മത്തിൽ, ഈ ഭൂമിയിൽ, യഹ യാതൊരുവൻ, വിവേകബുദ്ധിയുള്ള ഏതൊരു മനുഷ്യൻ, അഘായു പാപപൂർണമായ ആയുസ്സുള്ളവൻ. അഘം എന്നാൽ പാപം എന്നാണ്. ആയുസ്, പാപവും ആയുസ്സും ചേർന്ന ജീവിതം, അതായത് ജീവിതവും ചേർന്ന് പരോപകാരമില്ലാതെ ജീവിക്കുന്നവൻ പാപിക്ക് തുല്യനാണ്. ഇന്ദ്രിയാരാമഃ,
അതായത് ഇന്ദ്രിയമാകുന്ന പൂന്തോട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ രമിക്കുന്നവൻ എന്നാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖം മാത്രം ലക്ഷ്യമാക്കി സ്വാർത്ഥതയോട് ജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം. മോഹം വ്യർത്ഥമായി നിഷ്ഫലമായി യാതൊരു പ്രയോജനവുമില്ലാതെ പാർത്ഥ, ഹേ പാർത്ഥ, അർജുന, പൃഥയുടെ പുത്രനായ അർജുന, സഹ സഹ അവൻ, ആ വ്യക്തി, ജീവതി ജീവിക്കുന്നു, ശ്വാസോച്ഛ്വാസം മാത്രം ചെയ്ത് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അത് യഥാർത്ഥ ജീവിതമല്ല എന്ന് അർത്ഥം. ഹേ പാർത്ഥ, ഇഹ ഈ ലോകത്തിൽ, ഏവം ഇപ്രകാരം, അതായത് മുൻ ശ്ലോകങ്ങൾ വിവരിച്ചതുപോലെ, പ്രവർത്തിതം ഈശ്വരനാൽ പ്രവർത്തിക്കപ്പെട്ട ചക്രം, യജ്ഞചക്രത്തെ, യഹ യാതൊരുവൻ, ന വിവർത്തയതി പിന്തുടരുന്നില്ലയോ, തനിക്കുള്ള കടമകൾ ചെയ്യുന്നില്ലയോ, സഹ അവൻ, അഘായുഹു പാപമായ ആയുസ്സുള്ളവനും, ഇന്ദ്രിയാരാമഹ ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം രവിക്കുന്നവനുമായി, മോഹം വ്യർത്ഥമായി ജീവതി ജീവിക്കുന്നു. ഹേ അർജുന, വേദങ്ങളാൽ ഇപ്രകാരം സ്ഥാപിക്കപ്പെട്ട യജ്ഞചക്രത്തെ ഈ ലോകത്തിൽ യാതൊരുവൻ പിന്തുടരുന്നില്ലയോ, അവൻ പാപപൂർണമായ ജീവിതം നയിക്കുന്നവനും ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്നവനുമാണ്. അങ്ങനെയുള്ളവന്റെ ജീവിതം വ്യർത്ഥമാകുന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു സാമൂഹികവും പ്രപഞ്ചപരവുമായ നിയമത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. മുൻ ശ്ലോകങ്ങളിൽ വിശദീകരിച്ച യജ്ഞചക്രം എന്ന ആശയത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആഹാരത്തിൽ നിന്ന് ജീവികളും, മഴയിൽ നിന്ന് ആഹാരവും, യജ്ഞത്തിൽ നിന്ന് മഴയും, കർമ്മത്തിൽ നിന്ന് യജ്ഞവും ഉണ്ടാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഇത് പ്രകൃതിയുടെയും മനുഷ്യന്റെയും പരസ്പര ആശ്രിതമായ ഒരു പ്രവർത്തന ശൃംഖലയാണ്. ഈ ശൃംഖലയുടെ ഭാഗമാകാതെ സ്വാർത്ഥമായ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ ഈ പ്രപഞ്ച നിയമത്തെ ലംഘിക്കുകയാണ്. അവൻ സമൂഹത്തിനും പ്രകൃതിക്കും തിരികെ ഒന്നും നൽകാതെ അവയിൽ നിന്ന് സുഖങ്ങൾ മാത്രം അനുഭവിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജീവിതം പാപപൂർണവും വ്യർത്ഥവുമാണെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. ലോകത്തിന്റെ നിലനിൽപ്പിന് ഓരോരുത്തരും അവരവരുടെ കർത്തവ്യം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കർത്തവ്യ നിർവഹണം വ്യക്തിയെ ശുദ്ധീകരിക്കുകയും ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി കുറച്ച് ആത്മീയ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് മാറി കേവലം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ജീവിക്കുന്നവൻ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാതെ പാഴാക്കിക്കളയുന്നു. തീർച്ചയായും ഈ ശ്ലോകത്തിലെ ആശയം കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാം. നമ്മുടെ ലോകം ഒരു വലിയ സൈക്കിൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സൈക്കിൾ ശരിയായി ഓടണമെങ്കിൽ എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യണം. സൂര്യൻ ചെടികൾക്ക് വെളിച്ചം നൽകുന്നു. ചെടികൾ നമുക്ക് ശ്വാസമെടുക്കാൻ ഓക്സിജനും കഴിക്കാൻ ആഹാരവും തരുന്നു. നമ്മൾ ശ്വാസം പുറത്തുവിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾക്ക് വളരാൻ ആവശ്യമാണ്. അതുപോലെ മഴ പെയ്യുന്നത് കൊണ്ടാണ് ചെടികൾ വളരുന്നത്, നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നതും. ഇതെല്ലാം ഒരു വലിയ സൈക്കിളിൻ്റെ ഭാഗമാണ്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം, വസ്ത്രം, കളിപ്പാട്ടങ്ങൾ എന്നിവയെല്ലാം വാങ്ങാൻ കഴിയുന്നത്. നിങ്ങൾ നന്നായി പഠിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബം എന്ന സൈക്കിൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. നിങ്ങളുടെ മുറി നിങ്ങൾ വൃത്തിയാക്കുമ്പോൾ അത് അമ്മയുടെ ജോലി കുറയ്ക്കാൻ സഹായിക്കും. അത് ഒരുതരം സഹായകമാണ്. അതുപോലെ സമൂഹത്തിനാണെങ്കിൽ കർഷകൻ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. ഡോക്ടർമാർ ഉള്ളത് കൊണ്ടാണ് അസുഖങ്ങൾ വരുമ്പോൾ ചികിത്സ കിട്ടുന്നത്. ടീച്ചർമാർ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജോലികൾ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം നന്നായി മുന്നോട്ട് പോകുന്നു. കുട്ടികളെ, നിങ്ങളെ ഈ ശ്ലോകം പഠിപ്പിക്കുന്നത് സ്വാർത്ഥരാകരുത് എന്നാണ്. എപ്പോഴും എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കാതെ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് കൂടി ചിന്തിക്കണം. വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക, കൂട്ടുകാരെ സഹായിക്കുക, ചെടികൾക്ക് വെള്ളമൊഴിക്കുക, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്നിവയെല്ലാം ഈ വലിയ സൈക്കിളിനെ സഹായിക്കുന്ന കാര്യമാണ്. വെറുതെ ജീവിക്കരുത്. സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്യാതെ ജീവിക്കുന്നവരുടെ ജീവിതം പാഴായി പോകുമെന്നാണ് ഭഗവാൻ പറയുന്നത്. കളിച്ച് രസിച്ച് സമയം കളയുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങൾ കൂടി ചെയ്യണം.
ചുരുക്കത്തിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമാണെന്നും ഈ ലോകം നന്നായി മുന്നോട്ട് പോകാൻ നമ്മളാൽ കഴിയുന്ന ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുമാണ് ഈ ശ്ലോകം കുട്ടികളെ മാത്രമല്ല എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല കുട്ടികളായി മാറും, നമ്മുടെ ജീവിതത്തിനും ഒരു അർത്ഥമുണ്ടാകും. ആദിശങ്കരൻ ഈ ശ്ലോകത്തെ കർമ്മകാണ്ഡത്തിൻ്റെയും ചിത്തശുദ്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ചക്രം എന്ന് അദ്ദേഹം പറയുന്നത് വേദങ്ങളിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ പരമ്പരയാണ്. ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, വേദങ്ങൾ നൽകി, വേദങ്ങൾ കർമ്മങ്ങളെ വിധിച്ചു. ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ പ്രപഞ്ചം നിലനിൽക്കുന്നു. അതുപോലെ ആത്മജ്ഞാനം ലഭിക്കാത്ത ഓരോ മനുഷ്യനും ഈ കർമ്മചക്രം പാലിക്കാൻ ബാധ്യസ്ഥനാണ്. കർമ്മം ചെയ്യാതിരിക്കുന്നത് പാപമാണ്. അതുപോലെ മോക്ഷം ജീവിതി എന്ന് ആചാര്യന്റെ ഭാഷ്യത്തിൽ പറയുമ്പോൾ കർമ്മം ചെയ്യാതെ ഇന്ദ്രിയസുഖം മാത്രം തേടുന്നവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തനിക്കോ ലോകത്തിനോ ഗുണമില്ല എന്നാണ്. അതുപോലെയാണ് രാമാനുജ ഭാഷ്യവും. ശ്രീ രാമാനുജൻ ഭക്തിക്കും ശരണാഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നത്. ഭഗവാന്റെ ലീലയാണ്. പ്രവർത്തിതം ചക്രം എന്ന് ഭഗവാന്റെ സങ്കല്പത്താൽ നടക്കുന്ന പ്രപഞ്ചലീലയെയാണ്. പ്രകൃതിയും ജീവജാലങ്ങളും ഭഗവാന്റെ ശരീരമാണ്. അതുപോലെ പരസ്പരാശ്രയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ, മഴയിൽ നിന്ന് അന്നം, യജ്ഞത്തിൽ നിന്ന് മഴ. ഈ ചക്രം ഭഗവാന്റെ കൃപയാൽ നടക്കുന്നതാണ്. ഇതിൽ പങ്കുചേരാത്തവർ ഭഗവാനെ ധിക്കരിക്കുകയാണ്. പാപം എന്ന രീതിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം പറഞ്ഞാൽ, ഈ രാമാനുജ ഭാഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവത് സേവനം ചെയ്യാത്ത ജീവിതം പാപപൂർണമാണ്. ഭക്തിയില്ലാതെ കർമ്മവും കർമ്മമില്ലാതെ ഭക്തിയും അപൂർണമാണ്. അതുപോലെ മധ്വാചാര്യരും ദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഇപ്രകാരം പറയുന്നത് ഇത് വിഷ്ണു കേന്ദ്രീകൃത ചക്രമാണെന്നാണ്. മധ്വാചാര്യർ ബ്രഹ്മം എന്നതിനെ പ്രകൃതി എന്നല്ല സാക്ഷാൽ വിഷ്ണു ഭഗവാൻ എന്ന് വ്യാഖ്യാനിക്കുന്നു. അക്ഷരബ്രഹ്മമായ വേദങ്ങളിൽ വിഷ്ണുവിൽ നിന്ന് വരുന്നു. അതുപോലെ ദൈനംദിന യജ്ഞം, മനുഷ്യൻ ചെയ്യുന്ന ഓരോ കർമ്മവും വിഷ്ണു പ്രീതിക്കായി സമർപ്പിക്കണം എന്ന് പറയുന്നു. വിഷ്ണുവിൻ്റെ അധീനതയിലുള്ള ഈ പ്രപഞ്ചചക്രത്തെ മാനിക്കാത്തവർ വിഷ്ണുവിനെ നിഷേധിക്കുന്നവരാണ്. അവൻ അഘായു അല്ലെങ്കിൽ പാപിയാണ്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം 17. കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു വലിയ യജ്ഞചക്രത്തെക്കുറിച്ച് പഠിച്ചു. സമൂഹത്തിന് വേണ്ടി അവനവൻ്റെ കടമകൾ ചെയ്യാതെ സ്വാർത്ഥരായി ജീവിക്കുന്നവരുടെ ജീവിതം പാഴായിപ്പോകുമെന്ന് ഭഗവാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്ലോകത്തിൽ ഭഗവാൻ ഒരു പ്രത്യേകതരം ആളെക്കുറിച്ചാണ് പറയുന്നത്. യാതൊരുവിധ കർമ്മങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരാൾ. ആരാണ് അയാൾ? നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. ഈ ശ്ലോകത്തിൻ്റെ പദാനുപദ അർത്ഥം നമുക്കൊന്ന് നോക്കാം. യസ് തു, യഹ തു എന്നാൽ യാതൊരുവൻ, ആത്മരതി, ആത്മരതി ഏവ സ്യാത് ആത്മാവിൽ തന്നിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നവനുമായിരിക്കുന്നുവോ. ആത്മതൃപ്തഃ ച, ആത്മതൃപ്തഃ ച ആത്മാവിൽ തന്നെ തൃപ്തിപ്പെടുത്തുന്നവനുമാണോ. മാനവഃ ആ മനുഷ്യൻ, ആത്മനി ഏവ ച ആത്മാവിൽ തന്നെ, സന്തുഷ്ടഃ സംതൃപ്തനായിരിക്കുന്നുവോ. തസ്യ അവന് കാര്യം ചെയ്യേണ്ടതായിട്ട് ഒരു കർമ്മവും ന വിദ്യതേ ഇല്ല. യഹ മാനവഃ തു ആത്മരതി ഏവ സംതൃപ്ത ച ആത്മനി ഏവ ച സന്തുഷ്ടഃ സ്യാത്
തസ്യ കാര്യം ന വിദ്യതേ. യാതൊരുവൻ മനുഷ്യനാണോ തന്നിൽ തന്നെ രമിക്കുകയും തന്നിൽ തന്നെ തൃപ്തിയടയുകയും തന്നിൽ തന്നെ പൂർണ്ണ സംതൃപ്തനായിരിക്കുകയും ചെയ്യുന്നത്, അവന് ഈ ലോകത്തിൽ മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതിൻ്റെ അന്വയം ഒന്നുകൂടി പറയാം. തൂ എന്നാൽ യഹമാനവ, ഏതൊരു മനുഷ്യൻ ആത്മരതിഹി ഏവ, ആത്മാവിൽ തന്നെ രമിക്കുന്നവനും ആത്മതൃപ്ത ച, ആത്മാവിൽ തന്നെ തൃപ്തനും ആത്മനീയേവ സന്തുഷ്ടഃ ച, ആത്മാവിൽ തന്നെ സന്തോഷിക്കുന്നവനും സ്യാത് ആകുന്നുവോ, തസ്യ അവന് കാര്യം യാതൊരു കർത്തവ്യവും ന വിദ്യതേ ഇല്ല. ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദം ആത്മരതി എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഓരോ ആചാര്യന്മാരും തങ്ങളുടെ ദർശനങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ശങ്കരാചാര്യരുടെ അദ്വൈത വീക്ഷണം അനുസരിച്ച് ആത്മാവും ബ്രഹ്മവും ഒന്നാണ്. ആത്മരതി എന്നാൽ ബ്രഹ്മാനത്തിൽ ലയിച്ചിരിക്കുക എന്നാണ്. ദ്വൈതഭാവം ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് കർമ്മം ചെയ്യാൻ കർത്താവില്ല. അവിദ്യയിൽ നീങ്ങിയാൽ ഇവർക്ക് കർമ്മമില്ല. എന്നാൽ വിശിഷ്ടാദ്വൈത വീക്ഷണം അനുസരിച്ചാണെങ്കിൽ, രാമാനുജന്റെ വീക്ഷണം അനുസരിച്ചാണെങ്കിൽ ആത്മാവ് ഭഗവാന്റെ അംശമാണ്. ആത്മരതി എന്നാൽ ഭഗവാനുമായുള്ള ബന്ധത്തിൽ ആനന്ദം കണ്ടെത്തലാണ്. ലൗകിക സുഖങ്ങളായ പൂവ്, ചന്ദനം, സംഗീതം എന്നിവയിലല്ല, മറിച്ച് ഭഗവത് ധ്യാനത്തിലാണ് അവരുടെ രതി. ജ്ഞാനയോഗത്തിനോ കർമ്മയോഗത്തിനോ ഉള്ള ഉപാധി എന്ന നിലയിൽ കർമ്മങ്ങൾ ഇവർക്ക് ആവശ്യമില്ല. എന്നാൽ മധ്വാചാര്യരുടെ ദ്വൈതവീക്ഷണത്തിൽ ഈ ആത്മരതിക്ക് പറയുന്നത്, എന്നാൽ ആത്മരതി എന്നാൽ വിഷ്ണുവിലുള്ള അതിരറ്റ സ്നേഹമാണ്. ഭഗവാനിൽ സന്തോഷിക്കുന്ന ഭക്തന് വിധിവിലക്കുകൾ തടസ്സമില്ല. അവൻ സ്വതന്ത്രനാണ്. എങ്കിലും ഭഗവത് പ്രീതിക്കായി അവൻ കർമ്മം ചെയ്തേക്കാം, പക്ഷേ അതൊരു ഭാരമായിട്ടല്ല. എന്നെ ശ്രവിക്കുന്ന കുട്ടികളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം കിട്ടിയാൽ എന്തുമാത്രം സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയാലോ? പക്ഷേ ആ സന്തോഷം കുറച്ച് സമയം കഴിയുമ്പോൾ പതുക്കെ കുറഞ്ഞു പോകില്ലേ? എന്നിട്ട് നമുക്ക് അടുത്ത സന്തോഷത്തിനായി കാത്തിരിക്കേണ്ടി വരും, അല്ലേ? എന്നാൽ ഈ ശ്ലോകത്തിൽ പറയുന്ന ആൾ, നേരത്തെ പറഞ്ഞല്ലോ ഒരാളിൻ്റെ കാര്യം, ഒരു മാന്ത്രികനെ പോലെയാണ്. അദ്ദേഹത്തിന് സന്തോഷിക്കാൻ പുറത്തുനിന്ന് ഒന്നും വേണ്ട. കളിപ്പാട്ടങ്ങളോ മറ്റുള്ളവരുടെ പ്രശംസയോ നല്ല ഭക്ഷണമോ ഒന്നും അദ്ദേഹത്തിന് സന്തോഷിക്കാൻ ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം പുറത്തല്ല, മറിച്ച് സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിലാണ്. സ്വന്തം ആത്മാവിനെ അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം എപ്പോഴും സന്തോഷവാനാണ്. അതാണ് ആത്മരതി. സ്വന്തം ഉള്ളിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നു. ആത്മതൃപ്തൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവയെ ആശ്രയിക്കാതെ സ്വയം തൃപ്തി അടയുന്നു. ആത്മസന്തുഷ്ടൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും പൂർണ്ണ സംതൃപ്തനായിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? ലൗകികമായ ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അങ്ങനെയുള്ള ഒരാൾക്ക് ചെയ്യേണ്ടതായി ഒരു കർമ്മവുമില്ല എന്ന്. അദ്ദേഹം കർമ്മബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടി ചിത്രം വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് കരുതൂ. മറ്റാരെങ്കിലും കാണാനോ സമ്മാനം കിട്ടാനോ വേണ്ടിയല്ല അവൻ വരയ്ക്കുന്നത്. ചിത്രം വരയ്ക്കുക എന്ന പ്രവൃത്തിയിൽ തന്നെ അവൻ മുഴുകി സന്തോഷം കണ്ടെത്തുന്നു. ആ സമയത്ത് അവന് വിശപ്പോ ദാഹമോ പോലും ഓർമ്മയുണ്ടാകില്ല. അവൻ്റെ സന്തോഷം ഉള്ളിൽ നിന്നാണ് വരുന്നത്. ചില ശാസ്ത്രജ്ഞന്മാരെ നോക്കൂ, അവർ തങ്ങളുടെ ഗവേഷണത്തിൽ മുഴുകി സമയം പാഴാക്കുന്നത് പോലും അറിയില്ല. ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുമ്പോഴുള്ള ആനന്ദമാണ് അവരെ നയിക്കുന്നത്, അല്ലാതെ പണമോ പ്രശസ്തിയോ അല്ല. ഈ ശ്ലോകം തരുന്ന ഗുണപാഠം ഇതാണ്: പുറമേയുള്ള സന്തോഷത്തിന് പിന്നാലെ ഓടരുത്. നമ്മുടെ സന്തോഷം കളിപ്പാട്ടങ്ങളിലോ കൂട്ടുകാരുടെ അംഗീകാരത്തിലോ മൊബൈൽ ഫോണിലോ ഒതുങ്ങിപ്പോകരുത്. അവയൊക്കെ കുറച്ചു നേരത്തെ സന്തോഷം മാത്രമേ തരൂ. നിങ്ങളെ തന്നെ സന്തോഷം കണ്ടെത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും പുസ്തകങ്ങൾ വായിക്കുന്നതിലും നിങ്ങൾക്കിഷ്ടമുള്ള കലകളിൽ ഏർപ്പെടുന്നതിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തു പറയുന്നു എന്നതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. അതായത് നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും നിങ്ങളെ തന്നെ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം തനിയെ വർദ്ധിക്കും. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാലോ കളിയിൽ തോറ്റാലോ ഒരുപാട് വിഷമം തോന്നുകയില്ല. കാരണം നിങ്ങളുടെ സന്തോഷം അതിലൊന്നുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവരെ,
ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. യഥാർത്ഥ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷവും ആത്മവിശ്വാസവും ഉള്ള ആളുകളായി, കുട്ടികളായി മാറും. യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവ ആത്മന്വേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യതേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ സന്തോഷം കണ്ടെത്തിയ ആളെക്കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. പുറത്തുനിന്ന് ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു കർമ്മവും ചെയ്യേണ്ടതില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നാൽ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഇതേ ആശയം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് ആ ആൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ലാത്തത് എന്ന് പറയുന്നത്. നമുക്കതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. ഈ ശ്ലോകം നിഷ്കാമകർമ്മത്തിൻ്റെ പരമോന്നത തലമാണ്. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം 18. നൈവ തസ്യ കൃതേനാർദ്ധോ ന കൃതേനഃ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. നൈവ തസ്യ കൃതേനാർദ്ധോ ന കൃതേനഃ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. ഈ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇതിൻ്റെ പദാനുപദ അർത്ഥം ഇപ്രകാരമാണ്. ന ഏവ എന്നാൽ ഇല്ല തന്നെ, തസ്യ അവന്, അതായത് ആ ആത്മജ്ഞാനിക്ക്, കൃതേന, കൃതേന എന്നാൽ കർമ്മം കൊണ്ട്, ചെയ്യുന്ന കർമ്മം കൊണ്ട്, അർത്ഥഃ ഒരു പ്രയോജനവും നേട്ടവും, ന അകൃതേന ചെയ്യാത്ത കർമ്മം കൊണ്ട്, ഇഹ ഈ ലോകത്തിൽ, കശ്ചന യാതൊരുവനും, യാതൊന്നും അല്ലെങ്കിൽ ഒരു ദോഷവും, ന ച അസ്യ അവന് ഇല്ലതാനും, സർവഭൂതേഷു ജീവികളിലും, അതായത് ഒന്നിനെയും, കശ്ചിത് യാതൊരു, അർത്ഥവ്യപാശ്രയം പാശ്രയഃ സ്വാർത്ഥലാഭത്തിനു വേണ്ടിയുള്ള ആശ്രയം, അർത്ഥവ്യം നേട്ടത്തിനു വേണ്ടി ഉള്ള ആശ്രയം. അതായത് ഇതിൻ്റെ അന്വയം ഇപ്രകാരം പറഞ്ഞാൽ, അതായത് ഗദ്യ അർത്ഥം ഇപ്രകാരം പറഞ്ഞാൽ, ഇഹ തസ്യ കൃതേന അർത്ഥഃ ന ഏവ അകൃതേന ച കശ്ചന ന അസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ ന ച അസ്തി. അതായത് ആ ആത്മജ്ഞാനിക്ക് ഈ ലോകത്തിൽ ഒരു കർമ്മവും ചെയ്യുന്നത് കൊണ്ട് ഒരു നേട്ടവുമില്ല, ഒരു കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരു കോട്ടവുമില്ല. സ്വന്തം കാര്യസാധ്യത്തിനായി അവന് ഈ ലോകത്തിലെ ഒരു ജീവിയെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു പാത്രം നിറയെ വെള്ളമുണ്ടെന്ന് സങ്കല്പിക്കുക. അതിലേക്ക് നമുക്ക് ഇനിയും വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? കാരണം അത് നിറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ച അജ്ഞാനിയുടെ മനസ്സ് ഇതുപോലെ സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു പാത്രമാണ്. അദ്ദേഹത്തിന് സന്തോഷിക്കാൻ ഇനി പുറത്തുനിന്ന് ഒന്നും വേണ്ട. അതുകൊണ്ട് അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്നില്ല. കാരണം അദ്ദേഹം എപ്പോഴും പൂർണ്ണ സന്തോഷവാനാണ്. ഒരു കോടീശ്വരന് 1 രൂപ കിട്ടിയാൽ വലിയ സന്തോഷം തോന്നുമോ? ഇല്ല. അതുപോലെയാണ് ഇതും. ഇനി കർമ്മം ചെയ്തില്ലെങ്കിലോ നഷ്ടവുമില്ല. അദ്ദേഹം ഒരു കർമ്മം ചെയ്യില്ല എന്ന് കരുതി അദ്ദേഹത്തിന് സന്തോഷം കുറയുന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സന്തോഷം കർമ്മത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഇനി ആരെയും ആശ്രയിക്കുന്നില്ലെങ്കിലോ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? നമുക്ക് ഭക്ഷണം വേണം, സ്നേഹം വേണം, സഹായം വേണം. എന്നാൽ ആത്മജ്ഞാനിക്ക് ഇതൊന്നും ആവശ്യമില്ല. അദ്ദേഹം സ്വയം പര്യാപ്തനാണ്.
അതുകൊണ്ട് സ്വന്തം കാര്യത്തിനായി അദ്ദേഹം ഈ ലോകത്ത് ഒന്നിനെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല. അദ്ദേഹം പിന്നെയും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും, സ്വന്തം നേട്ടത്തിന് വേണ്ടിയായിരിക്കില്ല. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ സൂര്യന്റെ കാര്യം എടുക്കാം. സൂര്യൻ നമുക്കെല്ലാവർക്കും പ്രകാശം തരുന്നു. നമ്മൾ ആ പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് സൂര്യന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ല. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ സൂര്യന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അതുമില്ല. സൂര്യൻ പ്രകാശിക്കുക എന്നത് അതിൻ്റെ സ്വഭാവമാണ്. അതുപോലെയാണ് ആത്മജ്ഞാനിയുടെ പ്രവർത്തനവും. പിന്നെ മറ്റൊരു കാര്യം, നിറഞ്ഞ വയറിനെ കുറിച്ച് ചിന്തിച്ചാൽ, നല്ലൊരു സദ്യ കഴിച്ച വയറ് നിറഞ്ഞ ഒരാളുടെ മുന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം കൊണ്ടുവച്ചാൽ അയാൾക്ക് സന്തോഷം തോന്നുമോ? ചിലപ്പോൾ കഴിക്കാൻ പോലും തോന്നില്ല. കാരണം അയാൾ തൃപ്തനാണ്. അതുപോലെയാണ് ആത്മജ്ഞാനിയുടെ മനസ്സ്. പ്രിയപ്പെട്ടവരെ, ഈ ശ്ലോകത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. അതായത് ഫലത്തെ ഓർത്ത് വിഷമിക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങളൊരു പരീക്ഷ എഴുതുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചൊരു പരീക്ഷ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ജയത്തെക്കുറിച്ചോ തോൽവിയെക്കുറിച്ചോ ഓർത്ത് പേടിക്കാതിരിക്കാൻ ഈ ശ്ലോകം സഹായിക്കും. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക എന്നതിലാണ് കാര്യം. ഫലം എന്തുതന്നെയായാലും അത് നിങ്ങളെ തളർത്താൻ പാടില്ല. മറ്റൊന്നാണ് ആശ്രയത്വം കുറയ്ക്കുക എന്നുള്ള, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന കാര്യങ്ങൾ കുറയ്ക്കുക. എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നല്ല ശീലമല്ല. സ്വന്തം കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പഠിക്കുക. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. അവൻ എന്നെ കളിക്ക് കൂട്ടിയില്ല, അവൾ എന്നോട് മിണ്ടിയില്ല എന്നൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ മറ്റൊന്നാണ് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കിട്ടും. ഒരു കൂട്ടുകാരന് ഒരു പെൻസിൽ കൊടുക്കുമ്പോഴോ വീട്ടിൽ ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോഴോ ആണ് ആ സന്തോഷം അനുഭവിക്കാൻ ശ്രമിക്കുക. ഈ ശ്ലോകത്തെക്കുറിച്ച് ശങ്കരാചാര്യരുടെ ഭാഷ്യം പറഞ്ഞാൽ, ഈ ശ്ലോകത്തെ മുൻനിർത്തി ജ്ഞാനി സകല കർമ്മങ്ങളും ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ സർവകർമ്മ സന്യാസം എന്ന് വാദിക്കുന്നു. അറിവുണ്ടെങ്കിൽ കർമ്മം ആവശ്യമില്ല. രാമാനുജൻ പറയുന്നത്, ജ്ഞാനിക്ക് ആവശ്യമില്ല എങ്കിലും ലോക സംഗ്രഹാർത്ഥം, അതായത് ലോകത്തിന് മാതൃകയാവാൻ അവൻ കർമ്മം ചെയ്തേക്കാം. പക്ഷേ അതൊരു ബാധ്യതയല്ല, മറിച്ച് കാരുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, കർമ്മം ചെയ്യുക, പക്ഷേ അതിൻ്റെ ഫലത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കുക. നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി ആരെയും ആശ്രയിക്കാതെ ധൈര്യത്തോട് മുന്നോട്ട് പോവുക. അതാണ് ഈ ശ്ലോകങ്ങൾ നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം. നൈതസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ.